ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 5 22-ാം അധ്യായം. സോമശുക്രാദിസ്ഥാനം. രാജാവ് പറഞ്ഞു, മഹാമേരുവിനെയും ധ്രുവനെയും ഭഗവാൻ സൂര്യൻ പ്രദക്ഷിണം വയ്ക്കുന്നു. എന്നാൽ അദ്ദേഹം രാശികൾക്ക് അഭിമുഖമായി അപ്രദക്ഷിണമായും ചരിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. അതിലൊരു പരസ്പര വൈരുദ്ധ്യമില്ലേ? അതിനെ ഞങ്ങൾ എങ്ങനെ ഗ്രഹിക്കണം? ശ്രീശുകൻ പറഞ്ഞു, കുലാലചക്രത്തിന്മേൽ ഉറുമ്പുകൾ അരിച്ചു നടക്കുന്ന സമയത്ത് ചക്രം ചലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഉറുമ്പുകളും ചക്രം ചലിക്കുന്ന ഭാഗത്തേക്ക് തന്നെ ചലിക്കുമല്ലോ. എങ്കിലും ആ ഉറുമ്പുകളുടെ യാത്ര വിപരീത ദിശയിലേക്കാണ് എന്ന് വരാം. അതുപോലെ കാലചക്രം മെരുവിനെയും ധ്രുവനെയും പ്രദക്ഷിണം വയ്ക്കുകയാണ്. നക്ഷത്ര സമൂഹം കാലചക്രത്തിൻ്റെ ഭാഗങ്ങളായിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ നക്ഷത്ര സമൂഹവും മേരു ധ്രുവന്മാരെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നു മാത്രം. നക്ഷത്ര സമൂഹം സൂര്യാദി ഗ്രഹങ്ങളടക്കം സ്വന്തം സ്വന്തം ചലനമാർഗത്തിലൂടെയും ചരിക്കുന്നുണ്ട്. അതാണ് നക്ഷത്രാന്തരത്തിലും രാശ്യാന്തരത്തിലും കാണുന്നത്. ഈ ഗതിക്രമം മറ്റൊരു തലത്തിലാണ്. അത് സംഭാവ്യവുമാണല്ലോ. ആദിപുരുഷനും ഭഗവാനുമായ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് ലോകമംഗളത്തിനായി ശ്രീ സൂര്യനാരായണ സ്വരൂപമെടുത്തിട്ടുള്ളത്. വേദത്താലും വേദജ്ഞന്മാരാലും അന്വേഷിക്കപ്പെടുന്നതും കർമ്മങ്ങളുടെ ശുദ്ധിക്ക് നിമിത്തമായിരിക്കുന്നതും അദ്ദേഹം തന്നെ. അദ്ദേഹം തൻ്റെ വേദാത്മക സ്വരൂപത്തെ 12 ഭാഗിച്ചിരിക്കുകയാണ്. വസന്താദി 6 ഋതുക്കളിലും ജീവരാശിയുടെ കർമ്മഭോഗമനുസരിച്ച് അതാത് ഋതുവിൻ്റെ ഗുണങ്ങളെ ഉണ്ടാക്കുന്നതും അദ്ദേഹം തന്നെ. വർണ്ണാശ്രമങ്ങളെ ആശ്രയിക്കുന്ന ജീവരാശി വേദത്താൽ വിധിക്കപ്പെട്ട വിഭിന്ന യജ്ഞങ്ങളാലും ധ്യാനങ്ങളാലും ഭഗവാനെ സശ്രദ്ധം ഭജിക്കുന്നു. അങ്ങനെ ആയാസമന്യേ ശ്രേയസിലേക്ക് ചെന്നെത്തുന്നു. അങ്ങനെ ലോകങ്ങളുടെയെല്ലാം ആത്മാവായ ഭഗവാന്റെ ദ്യാവാപൃഥിവികൾക്കിടയിൽ കാലചക്രഗതനായി സംവത്സരങ്ങളുടെ അവയവങ്ങളായ രാശികളെ, മാസങ്ങളെ അനുഭവിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. ആ മാസങ്ങളെ തന്നെ ചന്ദ്രഗതിയെ അടിസ്ഥാനമാക്കി 2 പക്ഷമാക്കിയിരിക്കുന്നു. പിതൃക്കൾ ഈ മാസത്തെ ഒരു അഹോരാത്രമായിട്ടാണ് കാണുന്നത്. സൗരപക്ഷക്കാർ ഇതിനെ 2.25 മഹാനക്ഷത്രമായി കാണുന്നു. സൂര്യൻ സംവത്സരത്തിൻ്റെ 1/6 അനുഭവിക്കുന്നതിനെയാണ് ഋതു എന്ന് പറയുന്നത്. സൂര്യൻ നഭോവീതിയിൽ പകുതി ഭാഗം നീങ്ങിയാൽ, അതായത് 6 രാശികളെ താണ്ടിയാൽ അത്രയും കാലത്തിന് ഒരയനം എന്ന് പേര് പറയുന്നു. പിന്നെ ദ്യാവാപൃഥിവികളുടെ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് ആകാശമണ്ഡലം മുഴുവൻ, അതാത് 12 രാശികളും എത്ര കാലം കൊണ്ട് സൂര്യൻ ഒരു പ്രാവശ്യം അനുഭവിക്കുന്നുവോ ആ കാലത്തിന് സംവത്സരം എന്ന് പറയുന്നു. അത് തന്നെ സൂര്യൻ്റെ മന്ദഗതി, ശീഘ്രഗതി, തുല്യഗതി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം എന്നീ പേരുകളിലും വ്യവഹരിക്കപ്പെടുന്നു. ശുക്ലപക്ഷ പ്രതിപദ ദിവസം സംക്രമം വന്നാൽ സൗരചാന്ദ്രമാസങ്ങൾ ഒന്നിച്ചാരംഭിക്കുന്നു. പിന്നെ 5 കൊല്ലത്തിന് മുമ്പ് ഒന്നിച്ചു സംക്രമം വരികയില്ല. 6-ാം കൊല്ലം വീണ്ടും അത് സംഭവിക്കുകയും ചെയ്യും. ശരിക്കു പറഞ്ഞാൽ ആ 5 കൊല്ലങ്ങളുടെ പേരുകളാണ് യഥാക്രമം സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം എന്നിവ. സൂര്യമണ്ഡലത്തിൽ നിന്നും 1,00,000 യോജന ദൂരത്ത് കാണപ്പെടുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ സൂര്യൻ 1 കൊല്ലം കൊണ്ട് ഭുജിക്കുന്നതിനെ 2 വർഷം കൊണ്ട് ഭുജിക്കുന്നു. സൂര്യൻ മാസം കൊണ്ട് ഭുജിക്കുന്നതിനെയോ 2.25 നക്ഷത്രം കൊണ്ട് ഭുജിക്കുന്നു. സൂര്യൻ 1 വർഷം കൊണ്ട് ഭുജിക്കുന്നതിനെ 1 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭുജിക്കുന്നത്. ഇങ്ങനെ അതിവേഗത്തിലാണ് ചന്ദ്രൻ്റെ യാത്ര. അങ്ങനെ തൻ്റെ വർദ്ധിക്കുന്ന കിരണങ്ങൾ കൊണ്ട് ദേവന്മാർക്കും ക്ഷയിക്കുന്ന കിരണങ്ങൾ കൊണ്ട് അസുരന്മാർക്കും ചന്ദ്രൻ അഹോരാത്രങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് വെളുത്ത പക്ഷം കൊണ്ടും കറുത്ത പക്ഷം കൊണ്ടും സർവ്വജീവന്മാർക്കും പ്രാണനായി ഭവിക്കുന്ന ജീവനഹേതുവാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ ഒരു നക്ഷത്രത്തെ 30 മുഹൂർത്തങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു. 16 കലകളോടുകൂടിയ ചന്ദ്രരൂപനായ ഭഗവാൻ മനോമയനും ഭൂതമയനും അമൃതമയനുമാണ്. ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, ഭൂതങ്ങൾ, പശുക്കൾ, പക്ഷികൾ, സർപ്പങ്ങൾ, വൃക്ഷലതാദികൾ ഇങ്ങനെ സർവത്തിൻ്റെയും പ്രാണനെ തൃപ്തിപ്പെടുത്തുന്നതിനാൽ ഭഗവാൻ സർവമയനുമാണ്. ഇങ്ങനെ മഹാത്മാക്കൾ ചന്ദ്രനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ചന്ദ്രൻ്റെ ഉപരിഭാഗത്ത് 3,00,000 യോജന ദൂരത്ത് അഭിജിത്ത് എന്ന നക്ഷത്രമടക്കം 28 നക്ഷത്രങ്ങൾ മേരുവിനെ വലം വയ്ക്കുന്നു. ഈശ്വരേച്ഛയനുസരിച്ച് ഇവയ്ക്ക് സൂര്യാദി ഗ്രഹങ്ങൾക്കുള്ളതുപോലെ സ്വന്തമായ ഗതിവിശേഷം ഇല്ല. ഉത്തരാഷാഢം, ശ്രാവണം ഇവയ്ക്കിടയിലാണ് അഭിജിത്തിൻ്റെ സ്ഥിതി. അവിടെ നിന്നും മുകളിലായിട്ടാണ് ശുക്രൻ്റെ സ്ഥിതി. 2,00,000 യോജന അകലെ ശുക്രൻ സൂര്യൻ്റെ മുന്നിലോ പിന്നിലോ ഒന്നിച്ചോ യാത്ര ചെയ്യുന്നു. ഈ വ്യതിയാനത്തെ ശീഘ്രം, മന്ദം, സമം എന്നീ പേരുകളാൽ നിർദ്ദേശിച്ചു വരുന്നു.
സൂര്യൻ എന്ന പോലെ തന്നെയാണ് ശുക്രനും. അത് പ്രാണികൾക്ക് സാമാന്യേന എപ്പോഴും അനുകൂലമായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് തൻ്റെ വക്രഗതി കൊണ്ട് വൃഷ്ടിയെ സ്തംഭിപ്പിക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷത്തെ ദൂരീകരിക്കാറുമുണ്ട്. വീണ്ടും അകന്നകന്നു പോവുക, വീണ്ടും ഒരു 2,00,000 യോജന യാത്ര ചെയ്യുക. അവിടെയാണ് ബുധൻ, ചന്ദ്രൻ്റെ മകൻ. ഈ ഗ്രഹത്തിൻ്റെ ഗതിയെപ്പറ്റി ശുക്രൻ്റെ മാതിരി എന്നേ പറയേണ്ടതുള്ളൂ. അതുപോലെ പ്രായേണ പ്രാണികൾക്ക് ബുധൻ മംഗളകാരിയുമാണ്. ഒന്നു മാത്രം, സൂര്യനിൽ നിന്നും ബുധൻ അകലുമ്പോൾ മേഘപടലം, കൊടുങ്കാറ്റ്, മഴയില്ലായ്മ എന്നിവ ഭൂമിയിൽ അനുഭവപ്പെടുന്നു. വീണ്ടും 2,00,000 യോജന മേലോട്ട് പോയാലാണ് ചൊവ്വ എന്ന ഗ്രഹം. വക്രമായിട്ടല്ല അതിൻ്റെ ഗതിയെങ്കിൽ 3 വർഷം കൊണ്ടാണ് ഇത് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. അങ്ങനെ 12 രാശികളെയും അത് അനുഭവിക്കുന്നു. പ്രായേണ ജീവികൾക്ക് ഈ ഗ്രഹം അമംഗളകാരിയാണ്. വീണ്ടും ഒരു 2,00,000 യോജന പോയാൽ അവിടെയാണ് ഭഗവാൻ തന്നെയായ വ്യാഴഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. വക്രഗതി അല്ലെങ്കിൽ ഈ ഗ്രഹം ഒരു രാശിയിൽ സഞ്ചരിക്കുവാൻ 1 വർഷമാണ് എടുക്കുന്നത്. ബ്രഹ്മജ്ഞാനമുള്ളവർക്ക് വളരെയേറെ ആനുകൂല്യം ചെയ്യുന്നതാണ് ഈ ഗ്രഹം. വീണ്ടും ഒരു 2,00,000 യോജന സഞ്ചരിക്കുക, അവിടെയാണ് ശനിഗ്രഹത്തിൻ്റെ സ്ഥാനം. 30 മാസം വേണം ശനിക്ക് ഒരു രാശിയിലൂടെ കടന്നു പോവാൻ, അതായത് 2.5 കൊല്ലം. അങ്ങനെ 30 വർഷം കൊണ്ടാണ് ഈ ഗ്രഹം 12 രാശികളിലൂടെ ഒരു വട്ടം ചരിക്കുന്നത്. പ്രാണികൾക്ക് ഈ ഗ്രഹം പ്രായേണ അശുഭമുളവാക്കുകയും ചെയ്യുന്നു. ഇനി ഒന്നിച്ച് സഞ്ചരിക്കേണ്ടത് 11,00,000 യോജനയാണ്. അവിടെയാണ് സപ്തർഷി മണ്ഡലം. ലോകമംഗളം വർഷിച്ചുകൊണ്ട് വിഷ്ണുപദമായ ധ്രുവഗോളത്തെ പ്രദക്ഷിണം വയ്ക്കുകയാണ് ഈ സപ്തർഷികൾ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.